ഭാരത സൈന്യത്തിന്റെ ശക്തി ഓർമ്മിപ്പിക്കുന്ന കാർഗിൽ യുദ്ധവിജയത്തിന് ഇന്ന് 27 വയസ്സ്. 1999 മെയ് മുതൽ ജൂലൈ വരെ നടന്ന യുദ്ധത്തിലാണ് ഭാരതം പാകിസ്ഥാനുമേൽ വിജയം നേടിയത്. ഓപ്പറേഷൻ വിജയ് എന്ന പേരിൽ കരസേനയും ഓപ്പറേഷൻ സഫേദ് സാഗർ എന്ന പേരിൽ വ്യോമസേനയും അണിനിരന്ന പോരാട്ടത്തിനൊടുവിൽ ജൂലൈ 26-ന് കാർഗിലിൽ മലനിരകളിൽ ഇന്ത്യൻ ത്രിവർണ പതാക പാറി. ഭാരതത്തിന്റെ വിജയത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച സൈനികരുടെ ഓർമ്മയിലാണ് ജൂലൈ 26 കാർഗിൽ വിജയ് ദിവസമായി രാജ്യം ആചരിക്കുന്നത്. ഫെബ്രുവരി മാസം ദക്ഷിണേഷ്യയിൽ സമാധാനത്തിന്റെ പുതിയൊരു പുലരി വാഗ്ദാനം ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി പാകിസ്ഥാനുമായി ചരിത്ര പ്രസിദ്ധമായ ഡൽഹി ലാഹോർ ബസ് സർവീസ് ഉദ്ഘാടനം ചെയ്തു. പാക് പ്രധാനമന്ത്രി നവാസ് ഷെരീഫുമായി ചേർന്ന് ലാഹോർ പ്രഖ്യാപനത്തിൽ ഭാരതം ഒപ്പുവെച്ച കാലം. എന്നാൽ ഈ സമാധാന നീക്കങ്ങൾ നടക്കുമ്പോഴും പാക് സൈനിക മേധാവി പർവേസ് മുഷറഫിന്റെ നേതൃത്വത്തിൽ അണിയറയിൽ വഞ്ചനയുടെ ഭൂപടം വരയ്ക്കപ്പെടുകയായിരുന്നു. അതെ, പാകിസ്ഥാന്റെ ഓപ്പറേഷൻ ബദർ. ശൈത്യകാലത്ത് മഞ്ഞുവീഴ്ച കടക്കുമ്പോൾ ഇരു രാജ്യങ്ങളും നിയന്ത്രണ രേഖയിലെ അതിർത്തി പോസ്റ്റുകളിൽ നിന്ന് തൽക്കാലം പിന്മാറുന്ന പതിവുണ്ടായിരുന്നു. ഈ ഒഴിവ് മുതലാക്കി പാകിസ്ഥാൻ സൈന്യവും ഭീകരരും കാർഗിൽ, ദ്രാസ്, ബട്ടാലിക് മേഖലകളിലെ ഉയർന്ന തന്ത്രപ്രധാനമായ കുന്നുകൾ കൈയടക്കി. ആട്ടിടയന്മാരാണ് ഈ നുഴഞ്ഞുകയറ്റം ആദ്യമായി ഇന്ത്യൻ സൈന്യത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. എന്നാൽ പരിശോധനയ്ക്കിറങ്ങിയ ക്യാപ്റ്റൻ സൗരഭ് ഭഗാലിയെയും സംഘത്തെയും ക്രൂരമായി വധിച്ച പാകിസ്ഥാൻ യുദ്ധത്തിന് തിരികൊളുത്തി. ഉടൻ തന്നെ ഭാരതം ആഹ്വാനം ചെയ്തു ഓപ്പറേഷൻ വിജയ്. പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി സൈന്യത്തിന് പൂർണ്ണ പ്രവർത്തന സ്വാതന്ത്ര്യം നൽകി. കരസേനയ്ക്കൊപ്പം ഭാരതീയ വ്യോമസേനയുടെ ഓപ്പറേഷൻ സഫേദ് സാഗർ കൂടി എത്തിയതോടെ പോരാട്ടം കടുത്തു. ഇതിനിടയിൽ ലോകരാഷ്ട്രങ്ങൾ ആശങ്കയിലായി. കാരണം 1998-ൽ ഇരു രാജ്യങ്ങളും അണുപരീക്ഷണങ്ങൾ നടത്തിയതിന് തൊട്ടു പിന്നാലെയായിരുന്നു ഈ യുദ്ധം. എന്നാൽ വാജ്പേയി ഒരു കാര്യം ലോകത്തോട് ഉറപ്പിച്ചു പറഞ്ഞു: ഭാരതം ആദ്യം ആക്രമിക്കില്ല, എന്നാൽ നമ്മുടെ ഒരു ഇഞ്ച് മണ്ണ് പോലും വിട്ടുകൊടുക്കുകയുമില്ല. യുദ്ധസമയത്ത് വാജ്പേയി സ്വീകരിച്ച ഏറ്റവും തന്ത്രപ്രധാനമായ തീരുമാനം ഇന്ത്യൻ സൈന്യം ഒരു കാരണവശാലും നിയന്ത്രണ രേഖ കടന്ന് പാകിസ്ഥാനിലേക്ക് കയറരുത് എന്നതായിരുന്നു. ഇത് സൈന്യത്തിന് തുടക്കത്തിൽ വെല്ലുവിളിയായെങ്കിലും അന്താരാഷ്ട്ര തലത്തിൽ ഭാരതത്തിന്റെ പ്രതിഷ്ഠയെ ഉയർത്തി. जब तक पाकिस्तान कारगिल की भूमि को पूरी तरह से खाली करके नहीं जाता, इसी तरह की बातचीत संभव नहीं. ഭാരതത്തിന്റെ 3 ലക്ഷത്തോളം സൈനികർ സജ്ജരായി. വ്യോമസേനയുടെ വിമാനങ്ങൾ വെടിവെച്ചിട്ടപ്പോഴും ശത്രുക്കൾ ഒന്നു മറന്നു. താഴ്വരയിൽ നിന്ന് പോരാടുന്ന ഭാരതീയ സൈനികരുടെ വീര്യം ആ മലനിരകളെക്കാൾ ഉയർന്നതായിരുന്നുവെന്ന് തന്ത്രപ്രധാനമായ ലേ ശ്രീനഗർ ദേശീയപാത 1 ലക്ഷ്യമിട്ട ഗ്രനേഡ് ലോഞ്ചറുകളുമായി ഉയർന്ന കുന്നുകളിൽ നിലയുറപ്പിച്ച ശത്രുവിനെതിരെ നമ്മുടെ ജവാന്മാർ പട്ടിണിയും കഠിന ശൈത്യവും മറന്ന് പോരാടി. പാക്
സൈന്യം ഇപ്പോഴും സജ്ജരാണ്. 1999 ജൂലൈ 26 ഭാരതം കുറിച്ച വിജയം ഒരു മുന്നറിയിപ്പാണ്. ഭാരതാംബയുടെ മണ്ണിലേക്ക് കണ്ണുവെക്കുന്ന ഒരു ശത്രുവിനെയും വെറുതെ വിടില്ല. രണഗീതങ്ങൾ വരവേൽക്കുന്നു സാദരം. ഈ മണ്ണിൻ ചുടുവിശ്വാസം ഉയരും ആവേശം അഭിമാനം മഹിതം നിൻ ജീവിതം. മമദേശം മതഭേദം നിൻ കാൽക്കൽ വന്ദനം. തുജേ സലാം, തുജേ സലാം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എത്രത്തോളം കാണുമ്പോൾ ഐതിഹാസികമായിരുന്നു ആ യുദ്ധം എന്നല്ലേ? അതെ, തീർച്ചയായും. അതോടൊപ്പം തന്നെ ഞാൻ ഈ നമ്മുടെ ധീര യോദ്ധാക്കളെ ഓർക്കുകയായിരുന്നു. വിക്രം ബത്ര, അദ്ദേഹത്തെക്കുറിച്ചാണ് ഞാൻ ആദ്യം ചിന്തിച്ചത്. അദ്ദേഹം ഈ യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ പറഞ്ഞത്, ഒന്നുകിൽ നമ്മുടെ ദേശീയ പതാക ആ ആകാശത്ത് പാറിപ്പറക്കും, അല്ല എന്നുണ്ടെങ്കിൽ ആ പതാകയിൽ പുതപ്പിച്ച് എന്നെ കൊണ്ടുവരും. അദ്ദേഹം അന്ന് വീരചരമം പ്രാപിച്ചു. പക്ഷേ അദ്ദേഹം ആ പതാക അവിടെ ഉയർത്തി എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ പിന്നീട് പരംവീർ ചക്ര നൽകി അദ്ദേഹത്തെ രാജ്യം ആദരിച്ചു. അദ്ദേഹത്തിന്റെ കുടുംബത്തെയൊക്കെ ഓർക്കുകയായിരുന്നു ഞാൻ. അതുപോലെ ഒട്ടനവധി. മാത്രമല്ല, ഇതൊരു വലിയ ചതിയുടെ കഥ കൂടിയാണ്. അതായത് ഒരു ഭാഗത്ത് നമ്മുടെ അന്നത്തെ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി സമാധാനത്തിന് വേണ്ടി ലാഹോറിലേക്ക് ബസ് യാത്ര നടത്തുന്നു. ആ സമാധാന യാത്രയ്ക്കും സമാധാനത്തിന്റെ പുതിയ വഴികൾക്കും ഭാരതം നേതൃത്വം നൽകുന്ന അതേ സമയത്ത്, ഈ ചർച്ചകൾ നടക്കുന്ന അതേ സമയത്ത് കാർഗിലിന്റെ മലനിരകളിലേക്ക് ഈ ജിഹാദികളെ പറഞ്ഞയക്കുകയായിരുന്നു പാകിസ്ഥാൻ ചെയ്തത്. മാത്രമല്ല രാഖി, ഇപ്പോഴും അവർക്ക് അതാണല്ലോ വശം. ഇന്നും അതിനൊരു വ്യത്യാസവും ഇല്ല എന്നുള്ളതാണ്. മാത്രമല്ല പ്രേക്ഷകർക്ക് അറിയാവുന്നതാണ്, അതായത് ഇപ്പോഴും പാകിസ്ഥാൻ കാർഗിൽ യുദ്ധത്തെ അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു യുദ്ധം നടന്നിട്ടില്ല എന്നാണ് പാകിസ്ഥാൻ പറയുന്നത്. നോക്കൂ, അവരുടെ സ്വന്തം പട്ടാളക്കാരെ പറഞ്ഞയച്ച് ആ പട്ടാളക്കാരെല്ലാം ആ രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷിയാകുമ്പോഴും ആ രാജ്യം അങ്ങനെ ഒരു യുദ്ധം നടന്നിട്ടില്ല എന്ന് പറയുന്ന അവസ്ഥയാണ്. അപ്പോൾ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യവും അതിൻ്റെ അഡ്മിനിസ്ട്രേഷനും എത്രത്തോളം ചതിയന്മാരാണ് എന്ന് കൃത്യമായി ഓർമ്മപ്പെടുത്തുന്നതാണ് കാർഗിൽ മലനിരകളിൽ നമ്മുടെ രാഷ്ട്രം നേടിയ ഐതിഹാസിക വിജയവും ആ കഷ്ടപ്പാടുമൊക്കെ.